നിശ്ചിത തുകയുടെ ജാമ്യം നിൽക്കാൻ ആളെ കിട്ടാതെയും പിഴയടയ്ക്കാൻ പണമില്ലാതെയും കാക്കനാട് ജില്ലാ ജയിലിൽ തുടരുന്ന 26ഓളം പേർ തന്നെ കണ്ടെന്നും അവരുടെ പ്രശ്നം പരിഹരിക്കാനാണ് ഒരു ദിവസം കൂടി ജയിലിൽ തങ്ങിയതെന്നും കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനായ വ്യവസായി ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു. ബോബി പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഒരു വാസ്തവവും ഇല്ല എന്നതാണ് സത്യം. കാരണം ജയിൽ മോചനത്തിനായി പണമില്ലാത്ത തടവുകാരെ മോചിപ്പിക്കാനായി കേന്ദ്ര പദ്ധതി നിലവിലുണ്ട്. കഴിഞ്ഞ വർഷമാണ് നിലവിൽ വന്നത്. പദ്ധതിയുടെ മാനദണ്ഡ പ്രകാരം കേരളത്തിലെ എല്ലാ ജയിലുകളിലെയും കണക്കെടുത്താൽ പോലും ബോബി പറഞ്ഞത്ര പ്രതികൾ വരില്ല. മറ്റ് പല സംസ്ഥാനങ്ങളിലെയും ജയിലുകളിൽ വർഷങ്ങളായി വിചാരണ തടവുകാരായി തുടരുന്ന നിരവധി പേരുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ഒടുവിലത്തെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് കാസർഗോഡുകാരനായ ഒരു പ്രതി മാത്രമാണ് പുറത്തിറങ്ങാൻ അർഹനായുള്ളത്. പദ്ധതി പ്രകാരം ലീഗൽ സർവീസ് അതോറിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലകളിൽ രൂപീകരിച്ച എംപവേർഡ് കമ്മിറ്റിയാണ് പണമില്ലാത്ത പ്രതികളുടെ ജയിൽ മോചനത്തിന് വഴിയൊരുക്കുന്നത്. ജില്ലാ കളക്ടറാണ് കമ്മിറ്റി ചെയർമാൻ. ജില്ലാ പോലീസ് മേധാവി, ജയിൽ സൂപ്രണ്ട്, ജയിലിന്റെ ചുമതലയുള്ള ജഡ്ജി, DLSA സെക്രട്ടറി എന്നിവരാണ് അംഗങ്ങൾ. സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റിയാണ് പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. ജാമ്യം ലഭിച്ച് 7 ദിവസം കഴിഞ്ഞിട്ടും പുറത്തിറങ്ങാൻ കഴിയാത്ത വിചാരണ തടവുകാരുടെ വിവരം ജയിൽ അധികൃതർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി അറിയിക്കണം. പ്രതിയുടെ സാമ്പത്തിക പശ്ചാത്തലം കൃത്യമായി അന്വേഷിച്ച് ലീഗൽ സർവീസ് അതോറിറ്റി എംപവേർഡ് കമ്മിറ്റിക്ക് മുന്നിൽ വെക്കും. അതിനൊപ്പം കോടതിയിൽ നിന്ന് ജാമ്യ വ്യവസ്ഥ പുതുക്കി തുക കുറച്ചുകൊണ്ടുവരണം. 40,000 രൂപ വരെയെങ്കിൽ അത് കമ്മിറ്റി അടയ്ക്കും. അതിന് മുകളിലാണെങ്കിൽ സംസ്ഥാന തലത്തിൽ രൂപീകരിച്ച എംപവേർഡ് കമ്മിറ്റിയുടെ അനുമതി വേണം. UAPA, പോക്സോ, ലഹരി ഇടപാട്, അഴിമതി നിരോധന നിയമം, കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം തുടങ്ങിയവയിൽ ഉൾപ്പെട്ടവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. ഒരു തവണ മാത്രമാണ് ആനുകൂല്യം ലഭിക്കുക. കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നവരെ പരിഗണിക്കില്ല. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് മാത്രമാണ് അവസരം. കോടതി ശിക്ഷിച്ച് പിഴത്തുകയടയ്ക്കാൻ സാധിക്കാതെ ജയിലിൽ കഴിയുന്നവർക്കും പദ്ധതി വഴി സഹായം ലഭിക്കും. ഇത്തരം തടവുകാരുടെ വിവരം 7 ദിവസത്തിനുള്ളിൽ ജയിൽ സൂപ്രണ്ട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി അറിയിക്കണം. 25,000 രൂപ വരെയുള്ള പിഴത്തുക അന്തിമ തീരുമാനത്തിനൊടുവിൽ കമ്മിറ്റി അടയ്ക്കും. അതിനു മുകളിലാണെങ്കിൽ സംസ്ഥാന തലത്തിൽ രൂപീകരിച്ച കമ്മിറ്റിയുടെ അനുമതി ഇവിടെയും വേണം.